നമസ്കാരം, ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ടിലെ റെഡ് ഹിലിനടുത്തുള്ള മെഴ്സേഴ്സ് കൺട്രി പാർക്കിലാണ്. കാർ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടോ, ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. നമുക്ക് പോകേണ്ടത് ഇതാ ഈ ഗ്രൗണ്ടിൻ്റെ ഇതുവഴി ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇവരുടെ സെയിലിംഗ് ക്ലബ്ബൊക്കെ ഉള്ള ഇവിടെയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് ഇവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒന്ന് റിഫ്രഷ് ആയിട്ട് പോകാനൊക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കാർ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മരമാണ് കേട്ടോ. ഇപ്പോൾ UK സമ്മർ ടൈമാണ്. ഈ മരങ്ങളെല്ലാം ഇങ്ങനെ പൂത്തൊലക്കി നിൽക്കുന്ന ഒരു ടൈമാണ്. കുറച്ചൊരു അടുത്തുകൊണ്ടേ കാണിച്ചു തരാം. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ടും ഇവിടെ ഉള്ളത് വാട്ടർ സ്പോർട്സ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ വെള്ളം ഉള്ളത്. കണ്ടോ, ഇതുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു തരം ലാവൻഡർ നിറത്തിലുള്ള പൂക്കളാണ് കേട്ടോ. എന്തോ ഒരു ജാതി കാട്ടുപൂക്കളാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തോ കളറാടാ? പോപ്പ് കളർ. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴയൊക്കെ പെയ്തിട്ടെ നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം ചെളിയാണ് കണ്ടോ. ശരിക്കും ഒരു കാടിനകത്ത് കയറി പോകുന്ന പോലെ ഉണ്ട്. വഴി ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഫുള്ള് ചെളിയാണ്. ഇത് കണ്ട, നമ്മൂസ് ചെളിയിൽ കിടന്ന് മറിയാണ്. എടാ, ഇനി എന്തിനു കൊള്ളാടാ അതിൻ്റെ? നോക്കണ്ട, പൊയ്ക്കോ, ഇനി വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത് കാണാനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. ഈ വാട്ടർ സ്പോർട്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മെഴ്സർ ലേക്കിൻ്റെ ചുറ്റിനുമുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ റിവർ സൈഡ് വാക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങിയാലേ നമുക്ക് കുറച്ച് അടുത്ത് നിന്ന് ഈ ലേക്ക് ഒന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതുവരെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നമുക്കൊരു ചെറിയൊരു കമ്പി വേലി ഇട്ടിട്ടുണ്ട്. ഇതിനപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റോം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്ടാണ് ഈ കണ്ട മരങ്ങളെല്ലാം ഒടിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നില്ലേ, അപ്പോൾ കയറി വന്ന കാറിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഗേറ്റ് കടന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയുള്ള ചെറിയ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. നടന്നു പോകുമ്പോൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴേ ലേക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡ് കണ്ടോ, അത് പറയുന്നത് ഇത് കോറി വാട്ടറാണ്, അതുപോലെ ഭയങ്കര തണുപ്പുള്ള വെള്ളമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അധിക സമയം ഈ വെള്ളത്തിൽ ഇറങ്ങി നമ്മൾ സ്വിം ചെയ്യുകയാണെങ്കിൽ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വാർണിംഗ് ബോർഡ്സ് നമുക്ക് ഇതിൻ്റെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയും ദിവസം ഇവിടെ വിൻ്റർ ആയിരുന്ന സമയത്ത് എല്ലാവരും വീട്ടിനകത്തൊക്കെ അടഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൂസ് ഭയങ്കര സന്തോഷമാണ് ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ. കേട്ടോ, ഇവിടെ ഫുള്ള് ഓടി നടക്കണം ആശാൻ. കുട്ടികളുടെ മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ UK താമസിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു മാനസികാവസ്ഥ ഇത് തന്നെയാണ്. നമ്മളെല്ലാവരും ഈ ഒരു 5-6 മാസം ആ വിൻ്റർ ടൈമിൽ പുറത്തിറങ്ങാൻ പറ്റാതെ തണുപ്പും ഇരുട്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ സമ്മർ ആകുമ്പോൾ ഒരു വെളിച്ചം വരുന്ന ഒരു വരവുണ്ട്. അത് എല്ലാവരും കിടിലായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ട് സമ്മറാണ്. ഈ ഒരു ഏപ്രിൽ പകുതിയോടും കൂടി ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ആൾക്കാരെല്ലാം പുറത്തായിരിക്കും. ഫുള്ള് ചെളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ പോകുന്ന വഴിയിൽ മൊത്തം ഇതാണ് അവസ്ഥ. പക്ഷേ ചില സ്ഥലങ്ങളിൽ ആൾക്കാരുണ്ട് ഇതുപോലെ ചെറിയ പാലകയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നുണ്ട്. നോ യു ക്യാൻ. നമ്മളിതുപോലത്തെ പല വാക്കിനും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ചെടി കാണുന്നത്. ഇതിൻ്റെ ഈ ഒരു പ്രത്യേക തരമുള്ള ഒരു പൂവും എന്ത് ചെടിയാണെന്ന് മനസ്സിലാവണില്ല. പക്ഷേ ഇവിടെ ഫുള്ളുണ്ട്, ഈ സൈഡ് ഫുള്ള് ഈ ടൈപ്പ് ചെടിയാണ്. നമ്മുടെ വാക്കിംഗ് ട്രെയിലിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് ഇതുപോലെ ഈ ലേക്ക് സ്പോട്ട് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഡോഗ് വരുന്നുണ്ട്. കണ്ട, ഇംഗ്ലീഷുകാരെല്ലാം പട്ടിയൊക്കെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നല്ലത്. ഇവിടെ ഫുള്ള് ചെളി. നടന്നോ? അതിപ്പോ ഡോഗ് വരും. വാ.
നമ്മൾ നടന്നു ഇവിടെ എത്തില്ല, മെയിൻ റോഡിന്റെ അടുത്തായി. അതാണ് നല്ലൊരു കിടിലം വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്. ഇതാണ്ട നമ്മൾ തേക്കടിയിലൊക്കെ ബോട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കാണാറില്ലേ നമ്മൾ ഈ ലേക്കിനകത്ത് ചെറിയ മരക്കുറ്റികളൊക്കെ നിൽക്കുന്നത്, അതേ ടൈപ്പ് ഒരു വ്യൂ ആണ്. അവിടെ കണ്ടോ ദൂരെയായിട്ട് ഒരാൾ കയാക്ക് ചെയ്ത് പോകുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റി. ഈ ലേക്ക് നമ്മൾ കാണുമ്പോൾ ഇത് ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇതിന് ചില സ്ഥലങ്ങളിലൊക്കെ 15 മീറ്ററോളം ആഴമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പരിചയമില്ലാത്തവർ ഇറങ്ങി സ്വിം ചെയ്യുകയോ അല്ലെങ്കിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് പോവുകയോ ഒന്നും ചെയ്യരുതെന്ന് അവർ പ്രത്യേകം പറയുന്നത്. അവിടെ കണ്ടോ, അതാണ് ആ കഫേ. നമ്മൾ നേരത്തെ വന്നില്ലേ, ആ ഇറങ്ങിയ സമയത്ത് നമ്മൾ ചെന്ന് കണ്ട ആ ഒരു കഫേയാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം അവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മൾ നടന്നിവിടെ എത്തി. ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് അല്ലേ, 15 മിനിറ്റ് ആ ഒരു ടൈം എടുത്തോളൂ ഇതുവരെ എത്താൻ. അപ്പോൾ അതൊക്കെ റിലാക്സ് ചെയ്താണ് വന്നത്. പക്ഷെ എന്നിട്ടും ഇത്രയും പെട്ടെന്ന് നമ്മളിവിടെ എത്തി. അപ്പോൾ എനിക്കൊന്ന് ഒരു മണിക്കൂറിനകത്തുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ള് കവർ ചെയ്ത് തീർക്കാം. അതിനുള്ള ഒരു വാക്കിംഗ് ടൈമേ ഉള്ളൂ. ഇതുണ്ട്, ഇത്രയും നല്ലൊരു സ്ഥലമാണ്, വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൊണ്ടുവന്ന ആൾക്കാർ വൃത്തികേട് കാണിച്ചിരിക്കുന്നുണ്ടോ? ഇതുണ്ടോ, ഇത് ഡോഗിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് ഇവർ ഈ തടിയുടെ പുറത്ത് വെച്ചിട്ട് പോയിരിക്കണം. നമ്മു അപ്പൂപ്പൻ തടി കണ്ടിട്ടുണ്ടോ നീ? ഇനിപ്പാ ഇത് കണ്ട, എന്താ കണ്ട, ഊതി നോക്ക്, ഊത് സ്പീഡിലൂത്. നമ്മൂസ് ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെയുള്ള ഒരു സാധനങ്ങൾ അവർ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അത്യാവശ്യം ചെടികളൊക്കെ ഞെരുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് കേട്ടോ ഇനി പോകാൻ പോണേ. ഇവിടെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് വരെ വെള്ളമുണ്ട് കണ്ടോ, ലേക്കിൻ്റെ അത്രയും അടുത്ത കരയിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. കണ്ടോ, നമ്മൾ ലേക്കിൻ്റെ തൊട്ടടുത്താണ്. എന്തുപറ്റി? അവിടെ കണ്ടില്ലേ, അവിടെ ആ വേലിയിൽ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ അല്ലേ? രക്ഷയില്ല കേട്ടോ ആൾക്കാർ. ശരിക്കും ഈ ഡോഗ് വേസ്റ്റിൻ്റെ കാര്യം പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ കണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ചു 1-2 സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും വിചാരിച്ച് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ്. അത് വളരെ ഒരു മോശം പ്രവണതയല്ലേ. വീണ്ടും നമ്മൾ തുടക്കത്തിൽ വന്ന പോലെ ഫുള്ള് ചെളിയായി കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൂസിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആലമ്പാണെന്ന്. ഷൂസ് കാണിച്ചോളെ. ഇത് കണ്ട, ഒരു 2 മിനിറ്റ് നമ്മൾ താഴെ നിർത്തിയേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. ഇത് പക്ഷേ നോർമലി ഇങ്ങനെയുള്ളൊരു വഴിയല്ല കേട്ടോ. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈക്ലോണും പിന്നെ അതിൻ്റെ പാർട്ടായിട്ട് ഭയങ്കര മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഫുള്ള് ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. നല്ല ചൂടുണ്ടല്ലേ ഇന്ന്? അല്ല ഇന്നത്തെ ടെമ്പറേച്ചർ അറൗണ്ട് 18 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം പുറത്തുനിന്ന്. അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രായമായിട്ടുള്ള ഒരു അമ്മച്ചിയുണ്ട്. അപ്പോൾ പുള്ളിക്കാർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരതൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. Yeah. So you finished that or you're just coming back? We're on our way round. Oh, okay. It gets a bit muddier. Okay. Which is why we're not going back. That's fine. Yeah. അവർ പറഞ്ഞത് അവർ കുറേ ദൂരം വരെ പോയി, പക്ഷേ ആ റോഡ് ഭയങ്കര മോശമാണ്. പിന്നെ ഇനി അങ്ങോട്ട് ഫുള്ള് ചെളിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ അവർ പോയിട്ട് അവർ തിരിച്ചു വരികയാണ്. ഇത് നമ്മൾ തുടക്കത്തിൽ കണ്ട അതുപോലത്തെ മരമാണേ, കണ്ടോ? അതിൻ്റെ പൂക്കളെല്ലാം പൊഴിഞ്ഞിട്ട് ഈ വഴി നീളെ കണ്ട ഫുള്ള് വൈറ്റ് കളറാണ്. പക്ഷേ ഇവിടെ മിസ് ചെയ്ത ഒരു കാര്യം, നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സൗകര്യം വേണമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒന്നും നമ്മൾ കണ്ടില്ല അല്ലേ, ഇത്രയും ദൂരം വന്നിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും അടുത്തോട്ട് ഈ വെള്ളത്തിന്റെ അടുത്തോട്ട് പോകാനോ അങ്ങനെയുള്ള ഈ ഒരു വാക്ക് വേ അല്ലാതെ വേറൊന്നുമില്ല. കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് ഒത്തിരി റെസ്റ്റ് ചെയ്ത് പോകാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫാമിലിക്ക് പറ്റിയ ഒരു സ്ഥലമല്ല, ഇത് ഈ ഒരു അഡ്വഞ്ചർ പാർക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ കയാക്കിംഗ് പോലുള്ള സാധനങ്ങൾ, പിന്നെ അപ്പുറത്ത് തന്നെ കുറച്ച് അഡ്വഞ്ചർ സ്പോർട്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഈ വാക്കിംഗ് ട്രെയിലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഓക്കെയാണ്. പക്ഷേ അല്ലാതെ ഒരു ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വരാനാണെങ്കിൽ നമ്മൾ നടന്ന് നമ്മുടെ ഊപ്പാട് വരുമെന്നേ പറയാവുള്ളൂ. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട അവിടെ ഒരു സ്വാൻ, അവിടെ ഒരു പലകയുണ്ട്, അതിൽ കയറിയിരിക്കുന്നു.
അത് ഒരുപാട് ദൂരെയാണ്. ഞാനിപ്പോൾ അത് സൂം ചെയ്ത് കാണിക്കുന്നതാണ്. കണ്ടോ, ഇത് ഇവിടെ ആയിട്ടാണ് ആ സ്വാൻ ഇരിക്കുന്നത്. പക്ഷേ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക രസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടും പുറത്തൊക്കെയുള്ള പഴയ നാട്ടുവഴികളിലൂടെയൊക്കെ നമ്മൾ നടക്കുന്ന അതേപോലത്തെ ഒരു ഫീലാണ്. ഇത് കണ്ട, ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇത് അതിൻ്റെ എന്തോ ഒരു ചെറിയ കായ പോലെ എന്തോ സാധനമാണെന്ന്. പക്ഷേ കണ്ട, അത് ഫുള്ള് വണ്ടുകളാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോറായല്ലേ. പക്ഷെ ഇത്ര ദൂരം വന്നെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ഒരു തണുത്ത കാറ്റുണ്ടല്ലേ. നമ്മൾ കുറച്ചുകൂടെ ആ ലേക്കിൻ്റെ അടുത്തോട്ടെത്തി. അവിടെ എന്താണ് അങ്ങോട്ട്? ആ ഹാ ഹാ, അതെങ്ങനെ റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും. അവരങ്ങനെ ചില്ല് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് പോകേണ്ട പക്ഷേ ഈ വഴിയാണ് കേട്ടോ. ഇങ്ങോട്ടാ പോകണ്ട. ആ, ഇവിടെ നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാം കേട്ടോ. ഇതാണ് ആതിര പറഞ്ഞ ആ ഒരു പാർക്ക്. ചെറിയൊരു സ്ഥലമാണ് കണ്ടോ. അവിടെ 2 ഫാമിലീസൊക്കെ വന്നിരിപ്പുണ്ട്. പറഞ്ഞോ നമ്മു, കയറിക്കോ. ഇപ്പുറത്ത് പോടാ. നമ്മു കയറിക്കോ. കയറി. ആ, ഇനി അതിൻ്റെ മുകളിൽ കയറണോ? മുകളിൽ കയറണോ? ഓക്കെ, എവിടം വരെ കയറാൻ പറ്റും? കയറ് നമുക്ക്. അത് മതി, കുറച്ചുകൂടെ വലുതാവട്ടെ എന്നിട്ട് കയറാം. കാലട്ട. ആ, പിച്ചോ നമ്മു, പിച്ചോ. ഹേ, ഹായ്. സന്തോഷം കണ്ടാവും. അവിടെ നിന്നോ. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് അവസാനം നമ്മൾ തിരിച്ചെത്തറയടാ. ഇതാണ് നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ. നമ്മൾ തുടങ്ങിയ സ്ഥലം. ഇവിടെ ഒരു ബിൽഡിംഗ് കണ്ട, അതാണ് നമ്മൾ കണ്ട ആ കഫേ. തുടക്കത്തിൽ കാണിച്ചില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ ഈ സൈഡ് കണ്ടോ, ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ തറയിൽ നിറയെ പൂക്കളാണ്. കണ്ടാൽ നമുക്ക് തോന്നും വാരി വിതറിയിക്കാൻ തോന്നും. ഇതാണ് നമ്മുടെ കഫേ. നമ്മുടെ പാർക്കിങ് ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. മരം ഫുള്ള് പൂത്തൊലങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള പൂക്കളെല്ലാം കണ്ടോ ഇവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. കണ്ടോ, സെയിലിംഗ് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ തിരിച്ച് വന്ന് കയറുകയാണ്. കുറച്ച് പേരൊക്കെ കണ്ടോ. അത് പുള്ളി ഇപ്പോൾ ജസ്റ്റ് കയറി വന്നിട്ട് ഇതിങ്ങനെ മറിഞ്ഞു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടോ, അത് ആ കയാക്കിൽ അവരെ അറ്റാച്ച് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ആ വിൻഡിൻ്റെ പവറിലാണ് ശരിക്കും പുള്ളി അത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു വ്യൂ കിട്ടാൻ പറ്റിയൊരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഈ കഫേയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സെയിലിങ്ങിന് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ. കണ്ടോ, അത് ഇവിടെ പ്രത്യേകം അവർ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇവിടെ കണ്ടിട്ട് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു സെയിലിംഗ് ക്ലബ്ബാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ഇത് കണ്ടോ കുറേ കയാക്കുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ കയാക്കൊക്കെ എടുത്തിട്ട് ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റും. കയാക്കിങ്ങോ പെഡൽ ബോട്ടോ ഒന്നും ചെയ്തില്ലെങ്കിലും ലണ്ടനിലെന്ന് വെറും 1.5 മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്തെത്തി നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ മെഴ്സേഴ്സ് പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണും വരെ ടേക്ക് കെയർ.